ഇടുക്കി നെടുങ്കണ്ടം 50 ഏക്കർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പകൽ സമയത്ത് പോലും കാട്ടുപന്നികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മാസങ്ങളായി 50 ഏക്കറിൽ കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് കടക്കുന്ന ഇവ ഏലച്ചെടികളും തന്നാണ്ട് വിളകളും പൂർണ്ണമായും നശിപ്പിക്കും. ആളുകൾക്ക് നേരെയും ആക്രമണമുണ്ടാകാറുണ്ട്. പുലർച്ചെ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് നേരെ കാട്ടുപന്നികൾ പാഞ്ഞെടുക്കാറുണ്ട്. പ്രദേശത്ത് ഇത്തരം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽക്കാലം കടുത്തോടുകൂടി ഈ പരിസര പ്രദേശത്തുള്ള വനങ്ങളിൽ നിന്നെല്ലാം മൃഗങ്ങൾ കൂട്ടമായിട്ട് നമ്മുടെ ജനവാസ മേഖലകളിലേക്ക് കടന്നു വരികയും വ്യാപാരികൾക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഇവിടെ ജീവിതം ദുസ്സഹമാകുന്നൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയെടുത്ത് ജനജീവിതം ഇവിടെ നല്ല രീതിക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ്. കാട്ടുപന്നി ശല്യം പതിവായിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കാട്ടുപന്നിക്കൂട്ടം വീടുകൾക്ക് നേരെ ആക്രമണം നടത്താതിരിക്കാൻ കഞ്ഞിവെള്ളവും ഭക്ഷണാവശിഷ്ടങ്ങളും കൃഷിയിടങ്ങളിൽ വെച്ച് ഇവയ്ക്ക് തീറ്റ ഒരുക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 നെടുങ്കണ്ടം. വാനരശല്യം മൂലം വീടിന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ് ഇടുക്കി പൂപ്പാറ നിവാസികൾ. കൂട്ടത്തോടെ എത്തുന്ന വാനര സംഘം വീടുകളിലും കൃഷിയിടങ്ങളിലും വ്യാപക നാശമാണ് വരുത്തിവെക്കുന്നത്. മേൽക്കൂരയിലെ ഓട് തകർത്ത് അകത്ത് കിടക്കുന്ന കുരങ്ങന്മാർ വീട്ടുപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും നശിപ്പിക്കുന്നത് പതിവാണ്. പൂപ്പാറ പെട്രോൾ പമ്പ് മേഖലയിലെ വീടുകൾക്കും നേരെയാണ് കുരങ്ങുകളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഓട് തകർത്ത് വീടിനുള്ളിൽ കടക്കുന്ന ഇവ അരിയും പലചരക്ക് സാധനങ്ങളും എടുക്കും. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും നശിപ്പിക്കും. കഴിഞ്ഞ ഒരു വർഷമായാണ് മേഖലയിൽ കുരങ്ങുശല്യം രൂക്ഷമായിരിക്കുന്നത്. വീടുകൾക്ക് നേരെ ആക്രമണം പതിവായതോടെ തൊഴിലാളികൾക്ക് വീട് പൂട്ടി ജോലിക്ക് പോലും പോകാനാവാത്ത സാഹചര്യമാണുള്ളത്. പാകം ചെയ്ത ഭക്ഷണം അടച്ചുമൂടിയ ശേഷം വലിയ കല്ലുകൾ പാത്രങ്ങൾക്ക് മുകളിൽ എടുത്തു വെച്ചതിനു ശേഷമാണ് പ്രദേശവാസികൾ ജോലിക്ക് പോകുന്നത്. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കുരങ്ങ് 10-100 വരും. എന്നിട്ട് ചോറും കറികളെല്ലാം വാരി തിന്ന് തുണിയെല്ലാം കീറി നശിപ്പിച്ച് പടുതെല്ലാം കീറി അതുപോലെ ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല. അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് വീട് പഞ്ചായത്തിൽ നിന്നും ലഭിച്ചാൽ ഒരു പരിധിവരെ ഇവയുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വീട് ലോൺ ഇപ്പം തരാം അപ്പം തരണ്ടാങ്ക അതുമില്ല. വീടെല്ലാം ഉടஞ்சி പൊട്ടിച്ച് ഇങ്ങനെ കിടക്ക്. நம்ம போன பஞ்சாயத்தில் பின்னப்பான்னு வரோம். நான் ஒத்தைக்கு தான் இருக்கேன். ஆனால் வருது எல்லாம் வரும். நான் ஒத்தைக்காக இருக்கேன். எனக்குன்னு யாருமே இல்லை சார். நானாக தான் இருக்கேன். இங்கே எது நாங்கள் கலெக்டருக்கெல்லாம் போனோம், எங்கெங்கெல்லாம் போனோம், எதுவுமே யாரும் ஒன்றுமே കണ്ടുക മാറ്റാങ്ക. കുരങ്ങന്മാർ ഏലച്ചെടികൾ പൂർണ്ണമായും നശിപ്പിക്കും. ചെടികളുടെ തണ്ട് നശിപ്പിച്ച് നീര് കുടിക്കും. ഗ്രാമപഞ്ചായത്തിലും വനംവകുപ്പിലും വിവരം അറിയിച്ചിട്ടും പ്രതിരോധ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. കൃഷിയിടങ്ങളിലേക്ക് ആനക്കൂട്ടം എത്തുന്നതും പതിവാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും പ്രദേശവാസികൾക്ക് വലിയ വെല്ലുവിളിയാണ്. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ കോട്ടപ്പടിയിൽ മരം മുറിക്കുന്നതിനിടെ ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചതിൽ പ്രതിഷേധം. കോട്ടപ്പടി സ്വദേശി കോഴയ്ക്കുന്നേ കാട്ടുപറമ്പിൽ നാരായണനാണ് മരിച്ചത്. മരം മുറിക്കുന്നതിനിടെ വൈദ്യുതി ഓൺ ചെയ്തതാണ് മരണകാരണമെന്നാണ് ആരോപണം. മൃതദേഹവുമായി ബന്ധുക്കൾ KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. വയനാട്ടിൽ സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിലെ 2 പ്രതികൾ പിടിയിൽ. തൊണ്ടർനാട് വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളിലാണ് അറസ്റ്റ്. 12 മൈൽ സ്വദേശികളായ മാടമ്പി സലീം, സഹോദരൻ സിദ്ദീഖ് എന്നിവരെയാണ് വഞ്ചനാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ സഹോദരനായ മനാഫ്, കൂട്ടാളികളായ റഹീം, ജമീല എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ല കവിയൂർ പഴംപള്ളിയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 1 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് ഉപേക്ഷിച്ചത്. കവിയൂർ സ്വദേശിയുടെ ആൾതാമസമില്ലാത്ത സ്ഥലത്താണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട സമീപവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തിരുവല്ല പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കുഞ്ഞിന്റെ മാതാപിതാക്കൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ NSS ക്യാമ്പിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ അധ്യാപകനെ കോടതി വെറുതെ വിട്ടു. ദേശീയ അധ്യാപക പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരുന്ന ഹരി R വിശ്വനാഥിനെയാണ് വെറുതെ വിട്ടത്. പരാതിക്കാരായ വിദ്യാർത്ഥിനികളും സാക്ഷികളും കൂറുമാറിയതിനെ തുടർന്നാണ് അധ്യാപകന് അനുകൂല വിധിയുണ്ടായത്. 31 സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ പോലീസ് ഒഴികെ എല്ലാവരും കൂറുമാറുകയായിരുന്നു. തൃശൂർ മരോട്ടിച്ചാലിൽ പോക്കറ്റിലിരുന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു. മരോട്ടിച്ചാൽ സ്വദേശി ഏലിയാസിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ തീപിടിച്ച ഫോണിൽ നിന്ന് ഏലിയാസിന് പൊള്ളലേറ്റു.
കാലവർഷം അടുത്തതോടെ കടുത്ത ആശങ്കയിലാണ് ആലപ്പുഴ ചേർത്തലയിലെ ഒറ്റമശ്ശേരി തീരം. ജില്ലയിൽ ഏറ്റവും അധികം കടൽക്ഷോഭം അനുഭവിക്കുന്ന പ്രദേശത്തെ 9 പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ടില്ല. പദ്ധതി തുക വർദ്ധിപ്പിച്ച് നൽകാത്തതിനെ തുടർന്ന് കരാറുകാർ കൂടി പിന്മാറിയതോടെ തീരദേശവാസികൾ പ്രതിസന്ധിയിലാണ്. മൺസൂണിന്റെ തുടക്കത്തിൽ തന്നെ കടൽ കലിതുള്ളുന്ന പ്രദേശങ്ങളിലൊന്നാണ് കടക്കരപ്പള്ളി പഞ്ചായത്തിലെ ഒറ്റമശ്ശേരി. നിന്ന നിൽപ്പിൽ കഴിഞ്ഞ തവണ 10ഓളം വീടുകൾ കടൽക്ഷോഭത്തിൽ നിലംപൊത്തി. എന്നിട്ടും ഈ നാടിന്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ മാപ്പിൽ ഇത് ഒറ്റമശ്ശേരി ശരിക്കും ഹോട്ട്സ്പോട്ടാണ്. അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് ഈ കടലെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഇനിയിപ്പോൾ ഒരു 1.5 മാസം പോലും നമ്മളുടെ മുമ്പിലില്ല. ഇപ്പോൾ ടെട്രോപാഡിന്റെ വർക്ക് തുടങ്ങിയിട്ട് അതിപ്പോൾ വർക്ക് നടക്കാനുള്ള അവിടെ നിൽക്കുവാണ്. പിന്നെ പ്രൊട്ടക്ഷൻ വാൾ അനുവദിക്കാത്ത കുറച്ചധികം ഏരിയ, ഒരു 10, 20, 25ഓളം വീടുകൾ നിൽക്കുന്ന ഏരിയയിലിട്ട് ഈ നമ്മുടെ പ്രൊട്ടക്ഷൻ വാൾ ഇല്ല. നമുക്ക് പ്രൊട്ടക്ഷൻ വാളെല്ലാം ഇടിഞ്ഞു പോയിരിക്കുന്നത്. കടൽഭിത്തി ഇപ്പോഴുമില്ലാത്ത 1, 12, 14 വാർഡുകളിലാണ് കടലാക്രമണ ഭീതി ഏറ്റവും രൂക്ഷം. സാധാരണഗതിയിൽ ഇപ്പോൾ 150 മീറ്ററിലധികം കടൽ തീരം വെക്കേണ്ട സമയത്ത് ഒറ്റമശ്ശേരിയുടെ അവസ്ഥ ഇതാണ്. ഇത് എത്ര വർഷം മുന്നേറ്റ കല്ലാണെന്നറിയോ? ഈ 2 പ്രാവശ്യം ഉണ്ടായിട്ട് ഇവിടെ കുറച്ച് കല്ലിട്ട് അവിടെ 2 സീവാളും കെട്ടിയെന്നല്ല, ഇതിന്റെ ഇടയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ വർഷം ഇത് നന്നായിട്ട് പൊങ്ങുകയാണെങ്കിൽ ഈ വീടുകളെല്ലാം പോകും. കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 വീടുകൾ 2 പേര് മാറി താമസിച്ചു. ഇവിടെ നിന്ന് പോയി അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീട് 2 തകർന്നു വീണു. പിന്നെ 2 അവർ ഒഴിഞ്ഞു പോയി. 9 പുലിമുട്ടുകൾക്കായി 16.5 കോടിയാണ് സർക്കാർ അനുവദിച്ചത്. പ്രദേശത്ത് കരാർ ഏറ്റെടുത്ത സമയത്തേക്കാൾ കടലിന് ആഴം കൂടുന്നുവെന്നാണ് പുതിയ വാദം. ഇത് ചൂണ്ടിക്കാട്ടി കരാർ തുക ഉയർത്തി 21 കോടിയാക്കണമെന്ന് കരാറുകാരൻ ആവശ്യപ്പെട്ടതോടെ പുലിമുട്ട് നിർമ്മാണം മുടങ്ങി. തുക അനുവദിക്കാൻ വൈകിയതോടെ മെഷീനറികളടക്കം നീക്കം ചെയ്തു. ഇപ്പോൾ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. മണൽച്ചാക്കുകളുമായി കടലിനോട് പൊരുതാൻ ഇത്തവണ ഒറ്റമശ്ശേരിക്കാകില്ല. ഞങ്ങൾ ആദ്യം ഒരു 10-15 രൂപ മുടക്കി 2 പേര് വിളിച്ചൊക്കെ ഞങ്ങൾ ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ തന്നെ ആ ടൗട്ടയുടെ ഇത് വന്ന് അടിച്ചില്ല. അതും പൊക്കത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അത് അപ്പൊ തന്നെ അടിച്ച് തകർത്ത് കളഞ്ഞു. ഒരു പ്രൊട്ടക്ഷൻ വാളെങ്കിലും ഞങ്ങൾക്ക് വന്ന് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും തരം ജീവിക്കാൻ പറ്റിയല്ല. ആ ഒരു അവസ്ഥ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് ഒട്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. പലയിടങ്ങളിലും കടൽഭിത്തി ഉള്ളതിനാൽ ഒറ്റമശ്ശേരിയുടെ തുറന്ന ഭാഗങ്ങളിൽ കടൽ സർവ്വസംഹാര ശക്തിയുമെടുത്ത് ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ കാലത്തും കടൽ അതീവ ദുരിതം വിതയ്ക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ചേർത്തലയിലെ ഒറ്റമശ്ശേരി. മൺസൂൺ പടികടന്നെത്താൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സർക്കാർ സംവിധാനങ്ങൾ ഇവർക്കായി ഉണർന്നു പ്രവർത്തിക്കണം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. താനൂർ ബോട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്ത് നൽകുക, രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ സഹായിക്കുക, ജോലിക്ക് പോകാൻ പറ്റാത്തവരുടെ കുടുംബത്തിന് സഹായം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധിച്ചത്. സമരം ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക കേരളം. വാഴകൃഷിയിൽ മികച്ച വിളവുമായി കോഴിക്കോട് മുക്കം സർവീസ് സഹകരണ ബാങ്ക്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി മുക്കം കച്ചേരിയിൽ വാഴകൃഷിയിലാണ് മികച്ച വിളവ് ലഭിച്ചത്. വാഴകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുക്കം നഗരസഭാ കൌൺസിലർ ബിന്ദു നിർവഹിച്ചു. കച്ചേരി സ്വദേശി ഷെറീഷിന്റെ 1.5 ഏക്കർ വയൽ പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. 1000ഓളം നേന്ത്രവാഴയാണ് കൃഷി ചെയ്തത്. കൃഷിയുടെ ഭാഗമായി 200ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു. 1000 വാഴകളിൽ 150ഓളം വാഴ നശിച്ചുപോയെങ്കിലും ബാക്കിയുള്ള വാഴകളിൽ നിന്നും മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കൃഷിക്ക് നേതൃത്വം നൽകിയ ബാങ്ക് ഡയറക്ടർ ബൈജു പറഞ്ഞു. നമ്മൾ 1000ഓളം വാഴ വെച്ചിരുന്നു. അതിൽ ഒരു 100 വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ബാക്കി വിളവ് ഇത് ഒരു മാസത്തെ വിളവും കൂടി ഉണ്ട്. ഏതാണ്ട് മൂത്തതെല്ലാം ഇപ്പോൾ വിളവെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഏതാണ്ട് 10-12 കിലോളം തൂക്കം ഓരോരോ കൊലയ്ക്കും ഉണ്ട്. മികച്ച വിളവായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഴകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുക്കം നഗരസഭാ കൌൺസിലർ ബിന്ദു നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ മധു മാസ്റ്റർ, മുക്കം കൃഷി ഓഫീസർ ടിൻസി തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് 18 മുക്കം. അമേരിക്കയിൽ നിന്ന് ഇടുക്കിയിലെത്തിയ പെരസ്കിയ അക്യുലേറ്റ പൂവിട്ടു. കേരളത്തിൽ അപൂർവമായ ഈ അലങ്കാര ചെടി ഇടുക്കി ഈട്ടിത്തോപ്പ് പോങ്ങൻപാറ PG നാരായണന്റെ വീട്ടുമുറ്റത്താണ് നിറയെ പൂവിട്ട് നിൽക്കുന്നത്. പെരിസ്കിയ അക്യുലേറ്റ എന്ന പേര് ഹൈറേഞ്ചിൽ അധികമാരും കേൾക്കാനിടയില്ല. അമേരിക്കയിൽ നിന്നും ഇടുക്കിയിലെത്തിയ ഒരു സവിശേഷ ഇനം സസ്യമാണിത്. കാഴ്ചയിൽ വെറുമൊരു പൂച്ചെടിയാണെങ്കിലും പെരിസ്കിയ അത്ര നിസ്സാരക്കാരനല്ല. പൂക്കളുടെ ഭംഗിയാണ് പ്രധാന ആകർഷണമെങ്കിലും ഇവയുടെ ഇലകളും പഴങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ഇടുക്കി ഈട്ടിത്തോപ്പ് പൊങ്ങൻപാറയിൽ PG നാരായണന്റെ വീട്ടുമുറ്റത്താണ് പെരിസ്കിയ അക്യുലേറ്റ പൂവിട്ട് നിൽക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ നല്ലതായിട്ട് നല്ല ബ്ലഷി ആയിട്ടാണ് ചെയ്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ലീഫിൽ തന്നെ 20 to 30% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം നമുക്ക് ലീഫ്, കായ, പൂവ്, അത് പൂക്കുന്നതിന് മുമ്പ് പച്ച കായായിട്ടാണ് വരുന്നത്. അതൊക്കെ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ തക്കാളി എന്തിനും ഉപയോഗിക്കുന്നു അതിന് പകരമായിട്ട് നമുക്ക് എല്ലാ കറികൾക്കാണെങ്കിൽ യൂസ് ചെയ്യാം. ചാറ് വെക്കാം, തക്കാളി ചാറ് വെക്കുന്നവരെ അതിൽ വൈനിടാം, അച്ചാറിടാം, ജ്യൂസ് അടിക്കാം. വേനൽക്കാലത്തൊക്കെ നമുക്ക് അതിൻ്റെ പഴം എടുത്ത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ജ്യൂസിനൊക്കെ. കാക്ടസി എന്ന സസ്യവിഭാഗത്തിൽപ്പെട്ട കുറ്റിച്ചെടിയാണ് പെരിസ്കിയ അക്യുലേറ്റ. വലിയ തോതിൽ പ്രോട്ടീനും ഇരുമ്പും ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ ഇവയിലുണ്ട്. നെല്ലിക്കയോട് സാമ്യമുള്ള ഈ ചെടിയെ ലെമൺ വൈൻ എന്നും വിളിക്കാറുണ്ട്. 5 വർഷം മുൻപ് തിരുവനന്തപുരത്ത് നിന്നാണ് നാരായണൻ ഈ ചെടി വാങ്ങിയത്. ഹൈറേഞ്ച് മേഖലയിൽ അധികം കാണാത്ത പെരിസ്കിയ അക്യുലേറ്റ പാചകത്തിൽ തക്കാളിയുടെ പകരക്കാരനാണ്. അലങ്കാര സസ്യമായും ഔഷധ സസ്യമായും പച്ചക്കറി ഇനമായും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഇനത്തിന് പല ജീവിതശൈലി രോഗങ്ങളെയും പിടിച്ചുകെട്ടാനുള്ള സാമർഥ്യമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഹൈറേഞ്ചിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ വിളവെടുപ്പ് കാലമാണിപ്പോൾ. കേരളത്തിൽ സമൃദ്ധമായി വിളയുന്ന വെസ്റ്റ് ഇന്ത്യൻ ചെറി പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ്. നാട്ടിലെ റോഡ് വക്കുകളിലെല്ലാം സുലഭമായി കാണപ്പെട്ടിരുന്ന ഒരു മരമായിരുന്നു വെസ്റ്റ് ഇന്ത്യൻ ചെറി. എന്നാൽ വിദേശ ഇനം ഫലവർഗ്ഗങ്ങളുടെ വരവോടുകൂടി തനത് പഴയ ചെടികളെല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആപ്പിൾ ചെറി എന്നും ഈ പഴത്തിന് പേരുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചാൽ രണ്ടാണ് ഗുണം. നിറയെ പൂക്കളോടുകൂടി മുറ്റത്ത് തണൽ നൽകും. ഒപ്പം പോഷക സമൃദ്ധവുമായ ഫലവും ലഭിക്കും. നേരിയ പുളിയും മധുരവുമുള്ള വെസ്റ്റ് ഇന്ത്യൻ ചെറി അച്ചാറിനായും വൈനുണ്ടാക്കാനും ഉപയോഗിക്കാം. ഹൈറേഞ്ചിൽ ഇപ്പോൾ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ വിളവെടുപ്പ് കാലമാണ്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് കാട്ടാനകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കണക്കെടുപ്പ്. ആനകളുടെ സാന്നിധ്യത്തിന് പുറമെ ഭക്ഷണ ലഭ്യത സംബന്ധിച്ചും പ്രത്യേക കണക്കെടുപ്പ് നടക്കും. 2017 അവസാനമായി സംസ്ഥാനത്ത് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടന്നത്. വയനാട് എലഫന്റ് റിസർവിൽ ഉൾപ്പെട്ട കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്നിവിടങ്ങളിലായി അന്ന് 930 ആനകളെയാണ് കണ്ടെത്തിയത്. വയനാട്ടിൽ 54 ബ്ലോക്കുകളിലായി തിരിച്ചാണ് 3 ദിവസങ്ങളായി സെൻസസ് നടക്കുക. വയനാട് വന്യജീവി സങ്കേതത്തിൽ 23ഉം സൗത്ത് വയനാട് ഡിവിഷനിൽ 17ഉം നോർത്ത് വയനാട് ഡിവിഷനിൽ 14 ബ്ലോക്കുകളുമാണ് ഉള്ളത്. EDC, VSS ജീവനക്കാർ ഉൾപ്പെടെ 3 പേരാണ് ഒരു ബ്ലോക്കിലുണ്ടാവുക. ആദ്യ ദിനത്തിൽ ബ്ലോക്ക് തിരിച്ചുള്ള കണക്കെടുപ്പും, രണ്ടാം ദിനത്തിൽ ആനപ്പിണ്ടങ്ങൾ കണ്ടെത്തിയ കണക്കെടുപ്പും, മൂന്നാം ദിനത്തിൽ കാട്ടാനകളുടെ വയസ്സ്, ലിംഗം എന്നിവ കണ്ടെത്തുന്നതിനായി ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ച് വനത്തിലെ തോടുകൾ, പുഴകൾ എന്നിവിടങ്ങളിലുമായാണ് കണക്കെടുപ്പ് നടക്കുന്നത്. കൺസർവേഷൻ ബയോളജിസ്റ്റുകളായ O. വിഷ്ണു, ക്ലിൻസ് B. ജോസ് എന്നിവരാണ് സാങ്കേതിക സഹായം നൽകുന്നത്. നോർത്ത്, സൗത്ത് DFOമാരായ മാർട്ടിൻ ലോവൽ, ഷജ്ന കരീം, വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ M. അബ്ദുൾ അസീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. പറമ്പിക്കുളം ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനാണ് ശേഖരിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നത്. ഇവിടെ നിന്നാണ് കണക്കെടുപ്പ് സംബന്ധിച്ചുള്ള അന്തിമ വിവരങ്ങൾ തയ്യാറാക്കപ്പെടുന്നത്. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. കൊട്ടാരക്കര ഏനാത്ത് പുതുശ്ശേരി ഭാഗത്ത് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ മിന്നലേറ്റ് ചത്തു. കറവയുള്ളതടക്കം 4 പശുക്കളാണ് ചത്തത്. മിന്നലേറ്റ് വീട്ടിലെ ഗൃഹോപകരണങ്ങളും കത്തിനശിച്ചു. HF, സിന്ധി, ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ചത്തത്. 4.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഉടമയായ മാത്യു പറഞ്ഞു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരവധി ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങളും പ്ലാസ്റ്റിക് കവറുകളും പിടിച്ചെടുത്തു. ആലങ്കോട് കിസ ദാവത്ത് സെന്റർ ഹോട്ടൽ, അൽഹാജ വഴിയോരക്കട, ബ്രൈഡ് ഹോട്ടൽ, പൂവൻപാറ ഇമ്രാൻസ് ഹോട്ടൽ, സാവിത്രി, ചില്ലീസ് തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങളും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെ പിടികൂടിയത്. 21 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ 12 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ വിഭവങ്ങൾ പിടിച്ചെടുത്തു. ചിക്കൻ ഫ്രൈ, അൽഫാം, പപ്പടം, പായസം, നൂഡിൽസ്, കറികൾ, ചോറ്, പൊറോട്ട, മീൻ വിഭവങ്ങൾ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത്.
കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ്എഫ്ഐയുടെ ആൾമാറാട്ടം പരിശോധിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇങ്ങനെയൊക്കെയാണോ ജനാധിപത്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതെന്നും യുവതലമുറയ്ക്ക് ഇതല്ല നൽകേണ്ട സന്ദേശമെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. It is, you have brought it to my notice and I will definitely look into it. It is not a question of just that college. Basic thing is, by doing these things, what we are going to teach our future generation. Democracy is not merely a system of governance. Democracy is a way of life. Respecting, accepting and respecting whatever it is through the elections that a common will emerges. So it is respecting that common will. That is what elections are about. I am not about talking about one single college or anything. It's a way of life. So we can't afford to do these kind of things and then give a message to our younger generation that be democratic. If such a thing is happened, it is very wrong. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എസ്എഫ്ഐയുടെ ഈ ആൾമാറാട്ട സംഭവത്തിൽ എന്താണ് ഗവർണറുടെ പ്രതികരണം? ധന്യ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നടന്ന ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ടാണ് രൂക്ഷമായ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് യുവതലമുറയ്ക്ക് ഇങ്ങനെയാണോ പഠിപ്പിച്ചു നൽകേണ്ടത്, ഇതല്ല ഇവിടെ നിന്ന് ഉയരേണ്ട സന്ദേശം, യുവതലമുറയ്ക്ക് ഇങ്ങനെയല്ല വഴികാട്ടേണ്ടത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നടപടിയെടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി സർവകലാശാലകളുമായി ബന്ധപ്പെട്ട അമിതമായ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ഗവർണർ കൃത്യമായ നിലപാടെടുക്കുകയും അത് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു. സമാനമായ ശൈലി കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജിലെ ഈ ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും അദ്ദേഹം കൃത്യമായ പ്രതികരണത്തിലൂടെ നടത്തിയിരിക്കുകയാണ്. ധന്യ, നന്ദി. തേയില ഉൽപാദനം കൂടിയതോടെ പച്ചക്കൊളുന്തിന് വിലയിൽ വൻ ഇടിവ്. 1 കിലോ പച്ചക്കൊളുന്തിന് 15 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമൂലം ആയിരക്കണക്കിന് ചെറുകിട തേയില കർഷകർ പ്രതിസന്ധിയിലായി. 26 രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊളുന്തിന് ഇപ്പോൾ വില 11 രൂപയാണ്. എന്നാൽ ഇടനിലക്കാരില്ലാതെ ഫാക്ടറികളിൽ നേരിട്ടെത്തിക്കുന്ന കർഷകർക്ക് 14 രൂപ വരെ ലഭിക്കും. ഫാക്ടറികളുടെ ഉൽപാദനശേഷിയിലും കൂടുതൽ പച്ചക്കൊളുന്താണ് ഓരോ ദിവസവും എത്തുന്നത്. അതുകൊണ്ട് മുഴുവൻ ചെറുകിട കർഷകരുടെയും കൊളുന്ത് മുഴുവൻ സ്വീകരിക്കുന്നതിനും ഫാക്ടറികൾക്ക് കഴിയുന്നില്ല. അതിനാൽ കർഷകരെ ഇടനിലക്കാർ ചൂഷണം ചെയ്യുകയാണ്. വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കൊളുന്ത് നശിക്കുന്ന അവസ്ഥയുമുണ്ട്. വളം, കീടനാശിനി, തൊഴിലാളികളുടെ കൂലി എന്നിവയുടെ വർധന മൂലം തേയില കർഷകർ വലിയ ബാധ്യതയിലാണ്. അങ്ങനെ ഡയറക്റ്റ് അല്ല, ഏജന്റ് മുഖേനേ ഉള്ളൂ. ഫാക്ടറിക്കാരൻ സാധാരണ ചെറുകിടക്കാരനെ അടുപ്പിക്കുകയുള്ളൂ. അവർക്ക് ഏജന്റ് മതി. അവർക്ക് എപ്പോഴും കൊളുന്ത് കിട്ടുന്ന ഏജന്റ് മുഖേന കിട്ടുകയുള്ളൂ. അവരുമായിട്ട് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കർഷകനുമായിട്ടൊന്നും അവർ ബന്ധപ്പെടാൻ തയ്യാറില്ല. പറയുമ്പം കർഷകൻ്റെ കാര്യം പറയും, കർഷകനെ സഹായിക്കാനെന്ന് പറയും, അതൊക്കെ പറയും. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഏജന്റാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ചെറുകിട തേയില കർഷകരെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ നിയന്ത്രണത്തിൽ ഫാക്ടറികൾ സ്ഥാപിക്കണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. വിലസ്ഥിരതയ്ക്ക് ടീ ബോർഡ് ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. വെല്ലുവിളികളെ അവസരമാക്കി മാറ്റിയ സിദ്ധാർത്ഥ് മുരളിയുടെ ചിത്രപ്രദർശനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. റഷ്യൻ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന ചിത്രപ്രദർശനം 21 വരെ തുടരും. വയസ്സുകാരനായ സിദ്ധാർത്ഥ് മുരളിയുടെ 3ാമത് സോളോ പെയിന്റിംഗ് എക്സിബിഷനാണ് റഷ്യൻ കൾച്ചറൽ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. അനുഭവങ്ങളും ഓർമ്മകളും കോർത്തിണക്കിയ ദൃശ്യചാരുത. ശാരീരിക ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും 72 ചിത്രങ്ങളുടെ ഇതിവൃത്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് ചിരി പടർന്നു. ഇത് കലണ്ടറിന് വേണ്ടി വരച്ച കേരള സീരീസ്. ഇത് എത്രാം തവണയാണ് ഇങ്ങനെ പെയിന്റിംഗ് എക്സിബിഷൻ ആയിട്ട് നടത്തുന്നത്? എക്സിബിഷൻ അത് തേർഡ് എക്സിബിഷനാണ്. തേർഡ് സോൾ എക്സിബിഷൻ. അത് ട്രിവാൻഡ്രത്ത് ആദ്യം എറണാകുളത്തും ഡൽഹിയിലൊക്കെ നടത്തിയിരുന്നു.
കുടുംബാംഗങ്ങൾക്ക് പുറമെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഉൾപ്പെട്ടവർ സിദ്ധാർത്ഥിന് ആശംസകൾ നേർന്ന് പ്രദർശനം കാണാനെത്തി. സിദ്ധാർത്ഥ് സ്വന്തം ചുറ്റുവട്ടത്തിലെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവനെ ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ കോവിഡിന്റെ കാലത്ത് മിക്കവാറും സമയത്ത് ലോക്കിൻ ആയിരുന്നല്ലോ. അപ്പോൾ അവന്റെ വീട് ലോക്കിൻ ചെയ്ത ഫ്ലാറ്റ് ലോക്കിൻ ചെയ്ത് പോലും ഒബ്സർവ് ചെയ്ത് ആ കാലത്തുണ്ടായ ടി വിയിലുണ്ടായ മറ്റു സംഭവങ്ങൾ ഇതെല്ലാം കണ്ടുപിടിച്ച് ചെയ്തത് അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള കാര്യങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5600 രൂപ, പവന് 44,800 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോ 78,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3790 രൂപ, ഔൺസിന് 1,17,882 രൂപ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.